ചങ്കട എന്താ പാടപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നോക്കണം. ഈ വീഡിയോ കല്യാണം കഴിഞ്ഞ എല്ലാവരും കണ്ടേ പറ്റൂ, കാണാതിരിക്കരുത്. അല്ലാത്തവരും കണ്ടോണ്ട് ഭാവിയിൽ ഉപകാരത്തിൽപ്പെടും. ഒരറിവും ചെറുതല്ല. അപ്പൊ എന്ത് മീൻ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മള് സാധാരണ ഐക്കോലൊക്കെ പൊറിച്ച് കഴിഞ്ഞാൽ ബലം ഉണ്ടാവില്ല. അപ്പൊ ബലം ഉണ്ടാകാൻ എന്ത് ചെയ്യണം? ഇന്ന് ബലം ഇല്ലാത്തതിനെ ബലം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. നമ്മൾ അതിലേക്ക് എന്ത് ചെയ്തു? 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു, പിന്നെ എന്ത് ചെയ്തു? അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. ഈ ഒരൊറ്റ മസാല ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങോട്ട് എന്ത് ചെയ്യും? നമ്മൾ ചോളത്തിന്റെ പൗഡർ കുറച്ചിട്ട് കൊടുക്കുക. ചോളത്തിന്റെ പൗഡർ കൂടുതൽ ഇടരുത്. എന്ത് ചെയ്യേണ്ടി വരും? ഈ മീൻ വെള്ളത്തിൽ മുക്കി തിന്നേണ്ടി വരും. ഭയങ്കര ബലയിക്കാരം. അപ്പൊ ആവശ്യത്തിനുള്ള ചോളത്തിന്റെ പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ പലോലും മൈദി ആട്ടൊക്കെ ചേർക്കേണ്ട, അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരൊറ്റ മിക്സിംഗ് ആണ്. ഈ മസാല ഇതൊക്കെ പാടെ കൂട്ടി മിക്സ് ചെയ്തതിനു ശേഷം മാത്രമേ അതിലേക്ക് നമുക്ക് വെള്ളമോ ചെറുനാരങ്ങ നീരോ ഒഴിക്കാവൂ. അപ്പോൾ എന്തിന് മസാല ഉണ്ടാക്കുമ്പോൾ ഈ കോൺഫ്ലവർ, അതായത് ചോളത്തിന്റെ പൗഡർ ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇപ്പൊ മൈദ ഇട്ടാലും ശരി, ഗോതമ്പിട്ടാലും ശരി, അരിപ്പൊടി ഇട്ടാലും ശരി, പക്ഷെ അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഈ കോൺഫ്ലവർ സംഭവം വേറെ ലെവലാണ്. ഏത് മീനും ലോകാവസാനം വരെ നല്ല ബലത്തിൽ ഇങ്ങനെ നിൽക്കും. അത് ഈ കോൺഫ്ലവറിന്റെ ഒരു പ്രത്യേകതയാണ്. എന്റെ അനുഭവം കൊണ്ട് പറയാണ്. അതിലേക്ക് നമ്മളൊരു മുറി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് നന്നായിട്ട് ഇനി ബുദ്ധിമുട്ട് തികയില്ലെങ്കിൽ അടുത്തൊരു മുറി ചെറുനാരങ്ങ നീരും കൂടി എടുക്കുക. നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് എന്റെ പിജ്ജലിന്റെ ഊക്കൊണ്ടേ ചെറുനാരങ്ങ നീരൊക്കെ 2 മുറിയായി. അതിൽപ്പെട്ട കുരു ഉണ്ടെങ്കിൽ കുരുന്ന് എടുത്ത് മാറ്റി. കുരു എടുത്ത് മാറ്റിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. നമ്മൾ ഈ മസാലകളൊക്കെ മിക്സ് ചെയ്യുമ്പോഴേ കജ്ജുമ്മൽ ഗ്ലൗസ് ഇടുന്നത് വളരെ നല്ലതാണ്. കജ്ജുമ്മ കളറും പിടിക്കൂല, നീറിലും മാറിക്കിട്ടും. ഈ കോലത്തിൽ അതിന് ശേഷം കുഞ്ഞിക്കൈയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ പാരുക. കൂടുതൽ വെള്ളം പാർന്ന് കൊളാക്കരുത്. അതിൽ കൂടുതൽ മസാല ഞാൻ ചേർക്കണില്ല. നല്ല ടേസ്റ്റും ഉണ്ടാവും. ഒരാളും ഈ ജാതി ട്രിക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. എന്താണെന്നറിയോ? ആർക്കും നേരമില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ ഒരറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മടിച്ചിട്ടല്ല. ഇതേമാതിരി നമ്മൾ എന്ത് ചെയ്യുക? മീൻ ഇടുക. ഈ മീൻ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ തുളഭാഗം ഉണ്ടല്ലോ, അത് പൊട്ടാതെ നോക്കണം. മസാല വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ പെട്ടെന്ന് പൊട്ടി പോകും. അപ്പൊ മസാല മിക്സ് ആക്കുമ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊരിച്ചെടുക്കുമ്പോഴും തിരിച്ചു മറിച്ചിടുമ്പോഴൊക്കെ അത് ശ്രദ്ധിക്കണം. എന്നെങ്കിലും നമുക്കൊരു വൃത്തിക്കൊരു മീൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഏറ്റവും റിസ്ക് ഉള്ള പണി മീൻ പൊരിക്കുക, മീൻ കൊണ്ടുള്ള എല്ലാ പണിയും. പ്രത്യേകിച്ച് അറബി ഫുഡിലൊക്കെ മീൻ കൊണ്ടുള്ള മജ്ബൂസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ തലവേദനയാണ്. നമുക്ക് നല്ല വൃത്തിയിൽ മീൻ പൊട്ടാതെ കിട്ടണം. എന്തായാലും അല്ല, മസാല ഒക്കെ സെറ്റ് ചെയ്തിട്ട് മസാല കൂടുതൽ ഗൾഫിലാണെങ്കിൽ ഒരു 120 സെക്കൻഡ് മാറ്റി വെക്കുക. നാട്ടിലാണെങ്കിൽ ഒരു 20 മിനിറ്റ്. ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും കൊണ്ടുണ്ടെങ്കിലും കണക്കൊക്കെ വളരെ കറക്റ്റ് ആണ്. അങ്ങോട്ട് എന്ത് ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം നമ്മൾ ചെറിയൊരു തിജിൽ പൊരിച്ചെടുക്കുക. ഇതിപ്പോ ഗൾഫിലാവുകൊണ്ട് കുറച്ച് എണ്ണ കൂടുതലാണ്. അജ്ബൂസിന് പൊരിച്ച എണ്ണയിലാണ് ഈ മീൻ പൊരിച്ചത്. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ ആ മീനിന്റെ തുളയും കാര്യങ്ങളും, അതുപോലെ തന്നെ ആ മീനിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട്. ആ മീനിന്റെ ബലം നോക്കുകയാണെങ്കിൽ ലോകാവസാനം വരെ ആ മീനൊന്നും പറ്റൂല. എന്താ സംഭവം? ആ മീൻ പുതിയതായിട്ടല്ല, പക്ഷെ അതിൽ ചേർത്ത കോൺഫ്ലവറിന്റെതാണ്. അതിൽ കോട്ടിങ് കാണാണ്ടോ? കോട്ടിങ് ഇല്ല. അത്യാവശ്യം മുറിച്ചെടുക്കും വേണം. അപ്പൊ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കുക. അഭിപ്രായങ്ങൾ അറിവുകളും പങ്കുവെക്കാൻ മറക്കരുത്. ഈ എത്ര ദിവസം ഈ മീനുകൾ എടുത്തോളി, ഒരു കുഴപ്പമില്ലാതെ ഈ മീനുങ്ങൾക്ക് ഇതേമാതിരി കിട്ടും. അതിന്റെ ഈ കൂട്ടിന്റെ പ്രത്യേകതയാണ്. അപ്പൊ എന്താ ശരി, കാണുമ്പോ കാണാം. ബൈ.